മനസ്സിലാക്കാൻ മാത്രം. വെള്ളം കാന യമുസ്സുൽ മാ, ഇതാണ് കളകള. അങ്ങനത്തെ വെള്ളം കുടിച്ചിട്ടില്ല. തിന്നണ മാതിരിയാണ് എന്ത് കുടിക്കുക, വെള്ളം കുടിക്കുക. കാന യമുസ്സുൽ മാ, ഈമ്പാണ് ചെയ്യുക. വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇതാ, ചുണ്ടറിയാതെ വെള്ളം കുടിക്കാൻ പാടില്ല. ചുണ്ട് നനച്ചാൽ ദാഹം തീരും. ചുണ്ട് നനച്ചാൽ മതി, ദാഹം തീരും. ചുണ്ട്, നാവിൻ്റെ പുറം പ്രതലം, അണ്ണാക്കിൻ്റെ അടിഭാഗം, ഈ സ്ഥലത്തേക്ക് വെള്ളം എത്തിയാൽ എന്ത് തീർന്നു? ദാഹം തീർന്നു. അതറിയാതെ അടിക്ക് വെള്ളം വിടരുത്, അങ്ങോട്ട് പോകരുത്. വെള്ളം തിരിഞ്ഞില്ല. എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്? വെള്ളം കുടിക്കുമ്പോൾ എവിടെ വെക്കണം? കാരണം യമുസ്സുൽമാ, വെള്ളം ഊമ്പി കുടിക്കണം റസൂലുള്ളാഹി. അപ്പം തിന്നും പോലെ വെള്ളം കുടിക്കും. ഭക്ഷണം കുടിക്കും, വെള്ളം തിന്നും. കാന യമുസ്സുൽമാ, മസ്സാണ്, ഈമ്പി കുടിക്കുക, വെള്ളമില്ലായിട്ടല്ല. അതാണ് രീതി. ആ കിഡ്നിക്ക് കേടുണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മൾ കുടിക്കുന്ന കിഡ്നി കേടാവും. 2 ഗ്ലാസ് വെള്ളം ഒന്നിച്ചു കുടിച്ചാൽ കിഡ്നി കേട് വരും. തിരിഞ്ഞിട്ടില്ല. പഠിച്ചു നോക്ക്. ഇന്ന മൊത്ത് നോക്കിയ കാര്യമല്ല, പഠിച്ചു നോക്ക്. ഞാനത് പഠിച്ച് പറയാണ്. വെള്ളം ചില ആളുകളുണ്ടല്ലോ 5 ലിറ്റർ 10 ലിറ്റർ വെള്ളം കുടിക്കണ്, കിഡ്നി പോവും, ആമാശയം കേടാവും. വെള്ളം എന്താ ചെയ്യേണ്ടത്? മസ്. ഒരാൾ 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ ശാസ്ത്രം പൊട്ട തെറ്റാണ്. അതോ കിഡ്നി ആശാക്കാൻ വേണ്ടി പറയാണ്. വെള്ളം ഇത്രയെന്നില്ല. വെള്ളത്തിൻ്റെ സിഗ്നൽ ബോഡി തരും, അതിനനുസരിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഓരോ ബോഡിയുടെയും ലാംഗ്വേജ് ഓരോന്നാണ്. അപ്പം എൻ്റെ ബോഡിയല്ല എൻ്റെ ബോഡി, മുജീബിൻ്റെ അല്ല എൻ്റെത്, അതല്ല എൻ്റെത്, അതല്ല നിങ്ങളത്, വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവർക്കും ഒരളവിൽ വെള്ളമല്ല. എല്ലാ ഭക്ഷണത്തിനും ഒരളവിലാണോ നമ്മൾ പാത്രത്തിൽ വെള്ളം വേവിക്കുമ്പോൾ വെക്കുക? അല്ല. വെള്ളച്ചോറിൻ്റെ വെള്ളവും നെയ്ച്ചോറിൻ്റെ വെള്ളവും രണ്ടാണ്. നെയ്ച്ചോറിന് പിന്നെയും വെള്ളം മാറിഞ്ഞു വരും, കാരണം അതിൽ നെയ്യുണ്ട്. ആണോ അല്ലേ? പറയും. നെയ്ച്ചോറിന് പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? വെള്ളം പാരും. എല്ലാം ഒരുപോലെ അല്ല. വെള്ളം ശരീരം ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കൊടുക്കുക വേണ്ടത്. അതിൽ വെള്ളത്തിൽ പ്രധാനപ്പെട്ട സ്ഥലം എന്താണ്? ചുണ്ട് നനഞ്ഞാൽ ദാഹം തീരും. ചുണ്ട്, നാവിൻ്റെ മുകൾ ഭാഗം, അണ്ണാക്കിൻ്റെ അടിഭാഗം, ഇതറിഞ്ഞ് ഈ ഏരിയയിൽ വെള്ളമെത്തിയാൽ ദാഹം തീരും. ആ വെള്ളം താഴത്തേക്ക് ഇറക്കിയാൽ മതി, അതിന് കേടുണ്ടാവില്ല. അതാണ് മസ്. ഇനി ഈമ്പണം. കാന യമുസ്സുൽ മാ. ഞാൻ നിങ്ങളോട് പറഞ്ഞതേ, ഇപ്പൊ വെള്ളത്തിന് മേലെ വെള്ളം കുടിക്കുക കിഡ്നിക്ക് കേടുവരും. വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കരുത്തുള്ള സാധനമാണ്. ഏറ്റവും കരുത്തുള്ള സാധനമാണ് എന്ത്? വെള്ളം. ഭയങ്കര കരുത്തുള്ള സാധനമാണ്. അത് വളരെ ശ്രദ്ധിച്ചു കുടിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ രീതിയൊക്കെ തെറ്റാണ്, പലതും തെറ്റാണ്. രാവിലെ എണീറ്റാൽ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു, നല്ലത്. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അരമണിക്കൂർ ആവശ്യപ്പെട്ടോ കുടിച്ചോ. എണീറ്റ പാടുണ്ടല്ലോ 3 4 വെള്ളം കുടിക്കുക കേടാണ്. നിനക്ക് ആമാശയത്തിന് കേട്, കുടലിന് കേട്, കിഡ്നിക്ക് കേട്, ഒക്കെ കേടാണ്. രാവിലെ എണീറ്റാൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതെന്താണ്? അത് നിൻ്റെ ആമാശയത്തിലുള്ള വൃത്തികേടുകൾ വൃത്തിയായി പോകാനും ആമാശയം വൃത്തിയാകാനും വളരെ നല്ലതാണ്. എണീറ്റാൽ, മനസ്സിലായില്ലേ പറഞ്ഞത്? എണീറ്റാൽ വെള്ളം കുടിക്കുക. ഈ എന്ത് കുലു വഷ്റബു ഹബീബ റസൂൽ പറഞ്ഞ പോലെ ഒരു കാരക്ക കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച്, അക്കലും ഷുർബും. മനസ്സിലായില്ലേ? ഷുർബിനെ മുന്തിക്കുന്നൊരു പരിപാടിയില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, രാവിലെ എണീറ്റു, ഒന്നു ചെയ്തു, വന്നു, ഒരു കാരക്ക കഴിച്ചു, പിന്നെ എന്തും ചെയ്തു, 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കണ്ട, തടിക്ക് കേട് വരും. അതെന്തും അങ്ങനെയാണ്. കുലു വഷ്റബു, ആദ്യം തിന്ന പിന്നെ കുടിക്കുക. എല്ലാം അങ്ങനെ. 1 കാരക്കയിലും കഴിക്കുക. 1 കാരക്കയിലും കഴിക്കുക, ഒറ്റ കാരക്ക. ഈ വെറും വയറ്റിലാണ്, ഇത് വെറും വയറ്റിനാണോ? അതെ. ഒരൊറ്റ കാരക്കെങ്കിലും കഴിക്കുക, 1 കാരക്കെങ്കിലും കഴിക്കുക. 1 കാരക്ക. അത് ആയത്തിന് വഴിപ്പെട്ടാൽ അതിൽ ഖൈറേ ഉള്ളൂ.
കുലു വഷ്റബു കുലു വഷ്റബു, സ്വർഗത്തിലും കുലു വഷ്റബു അസ്ലഫ്തും ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അപ്പോൾ ഞാൻ തിരിച്ചു വരി.